സുജിൻ, നിത സുജിൻ ഇവരെല്ലാവരും വീണ്ടും ഒന്നിക്കുന്നു. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. അവർ തന്നെ അതിനെക്കുറിച്ചിട്ടുള്ളൊരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. സന്തോഷായി, നല്ല സന്തോഷമായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. സ്ലോ മോഷൻ ഇത് വൈറലാവും. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ആ സമയത്തുണ്ടായ മാനസിക സമ്മർദ്ദവും തെറ്റിദ്ധാരണകളും കാരണം ഞങ്ങളെടുത്ത ചില തീരുമാനങ്ങളും പറഞ്ഞ കാര്യങ്ങളും നിങ്ങളിൽ പലർക്കും ആശങ്കയും നിരാശയും ഉണ്ടാക്കിയെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എനിക്കെന്തായാലും ഉണ്ടായി. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണമെന്ന്? കഷ്ടം. കുടുംബാംഗങ്ങളുടെ ഇടപെടലിലൂടെ ഞങ്ങൾ ഇരുവരും സമാധാനത്തോടെ സംസാരിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നല്ലത്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. ഉണ്ടായ ചില സംഭവങ്ങളെ തുടർന്ന് ഇത് വെറും കോണ്ടന്റ് അല്ലെങ്കിൽ റവന്യൂ നേടാനുള്ള ശ്രമമാണോ എന്ന സംശയം പലർക്കും ഉണ്ടാകാമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. നല്ല ഈഗോ ഉണ്ടല്ലേ ആവശ്യത്തിന്. നിതാ സതീശന്റെ ഒക്കെ പോസ്റ്റ് ഒന്ന് ജസ്റ്റ് നോക്കാം. ലാസ്റ്റ് പ്രോബ്ലം സോൾവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്, ഒരു ചിരിച്ചുകൊണ്ടൊരു ഫോട്ടോ. കർത്താവേ, ഈ അത്ഭുതങ്ങളൊക്കെ സത്യം ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഈ 3/4 ബക്കറ്റ് വെള്ളം ഒന്ന് വീണാക്കി കാണിച്ചു തന്നെ. റിപ്പീറ്റ്. നമ്മൾ പിരിയുന്നു, നമ്മൾ വീണ്ടും ഒന്നിക്കുന്നു, നമ്മൾ പിരിയുന്നു, വീണ്ടും ഒന്നിക്കുന്നു. അതും റോങ് ടൈം. എന്തിന്? അത് തന്നെയാണ് ഞാനും ആലോചിക്കണതേ. ഇറ്റബിൾ ആയിട്ടുള്ള കാര്യമായിരുന്നു. കമന്റ് ബോക്സുകൾ എല്ലാ മലയാളികളും ഇവരറിയുന്നവരെല്ലാവരും കമന്റ് ചെയ്തിട്ടുള്ള കാര്യം ഇതൊരു ഡ്രാമയാണ്, ഇത് അവർക്ക് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയാണ്. ലോകത്തുള്ള പെരുങ്കള്ളന്മാരെല്ലാം ഇവിടെ നിൽപ്പുണ്ടല്ലോ. അയ്യോ അമ്മേ, ഇവർ അത്രക്കാരൊന്നും അല്ല. അവരെയല്ല, നിന്നെയാ പറഞ്ഞത്.